ഇല്ല, ഫസ്റ്റ് ഹാഫ് ശകലം ലാഗായിരുന്നു. എന്നാലും ബി ഉണ്ണീഷന്റെ ഇതിന്റെ മുമ്പത്തെ പടങ്ങളെ അപേക്ഷിച്ച് ഫാർ ഫാർ ബെറ്റർ തന്നെയാണ് സിനിമ. നല്ലൊരു പൊളിറ്റിക്കൽ ഫാമിലി സ്റ്റോറി തന്നെയാണ് സംസാരിച്ചിരുന്നത്. കുറച്ച് കഥകൾ കുറച്ച് ഒരു മനസ്സിലാവാത്ത രീതിയൊക്കെ ഉണ്ട്. അവസാനം വരുന്ന ഒരു എടുപിടി എന്ന് പറഞ്ഞ് തീർത്ത പോലെയൊക്കെ ഫീൽ ചെയ്തു അവസാനമാകുമ്പോഴേക്കും. കാരണം കുഴപ്പമില്ല, നല്ലൊരു ഗുഡ് അറ്റംപ്റ്റ് തന്നെ. അങ്ങനെ തോന്നത്തില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി ആ പേര് പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതായിട്ട് തോന്നി. അത് ശരിക്കും പറഞ്ഞാൽ വേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട് മരണത്തിലേക്ക് ഈടാങ്ങിയ ഒരു മനുഷ്യരായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. അദ്ദേഹത്തിനൊരു ഗ്ലോറിഫൈ ചെയ്യുന്നതായിട്ട് തോന്നി സിനിമ. എന്നാലും കൊള്ളാം. ഒരു ആസ് എ സിനിമ കണ്ടിരിക്കാനും മ്യൂസിക്കും ബാക്കിയുള്ള പരിപാടികളെല്ലാം നന്നായിട്ടുണ്ട്. ക്യാമറ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്ഥിരം ഒരു ശൈലിയിൽ നിന്ന് വിട്ടുപിടിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ കുറെ നാളുകൾ കൊണ്ട് ഇറങ്ങിയ ഏറ്റവും മികച്ചൊരു ഡയറക്ടർ സംഭവം തന്നെ. നിവിൻ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലാവുള്ളൂ എന്നുള്ള രീതിയിലാണ് പടം കൊണ്ടുവരുന്നത്. മെയിനായിട്ട് ഇപ്പൊ കേരളത്തിൽ കോർപ്പറേഷനിൽ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോഴ്സ്ഡ് പൊളിറ്റിക്സ് പോലെ തന്നെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. എന്നിരുന്നാൽ പോലും മുമ്പ്, അതായത് 10 വർഷങ്ങൾക്ക് മുമ്പുള്ള രാഷ്ട്രീയമില്ല, ആ രാഷ്ട്രീയത്തിൽ നടന്നു പോകുമ്പോൾ പോലെയാ ഇവർ ഉമ്മൻചാണ്ടി സർക്കാരിനെ കാണിച്ചിരിക്കുന്നത്. പുതിയ സർക്കാർ വന്നു കഴിഞ്ഞാൽ വീണ്ടും നശിപ്പിക്കും. അതായത് ഇപ്പൊ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ ഒരു വലിയ വൈറസ്, ആ പാർട്ടി സിനിമാറ്റിക് പരിപാടി സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കരമായ ഫീൽ വരുന്നില്ല. കാരണം നമുക്ക് രാമലീല അതുപോലെ ഒരുപാട് പൊളിറ്റിക്കൽ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഹൈ ഫീൽ കിട്ടുന്നില്ല. 2-3 സീറ്റ്സ് കിട്ടും. അത് കഴിഞ്ഞാൽ ഉക്രൈൻ എന്താണോ അതുപോലെ ഒരു ഡ്രാമ തന്നെ. കുറച്ച് അണ്ടർവേൾഡ് സംഭവം അതൊക്കെ കുറച്ചും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു നോർമൽ ഒരു ആവറേജ് ലെവലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ്സുകാരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ കുറച്ച് കാണിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പോൾ വോട്ട് ചെയ്യുന്ന ഓരോരുത്തരുടെ പേഴ്സണൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നോട്ട് ചെയ്യാം, കോൺഗ്രസ് നോട്ട് ചെയ്യാം. പക്ഷെ ആർക്ക് ചെയ്താലും ഈ കേരളത്തിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ഉറപ്പായിട്ട് ഇലക്ഷൻ ലക്ഷ്യം വെച്ച് ഇറക്കിയ സിനിമയാണ്. മെയിനായിട്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൈറസ് പാർട്ടി, ആ പാർട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് മെയിനായിട്ട് നോക്കുന്നത്. കാരണം ആർക്ക് വേണ്ടി വോട്ട് ചെയ്താലും അവർക്ക് വോട്ട് ചെയ്താൽ കേരളം നശിക്കും. ആ ഒരു ലെവലിൽ ആ പടം മെസ്സേജ് ആയിട്ട് കൊണ്ടുവരും. കണ്ടിരിക്കാം, ബോറടി അങ്ങനെ കാര്യങ്ങളൊന്നും. നല്ല ആക്ടിംഗ് ആണ്, ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ഇത് ഇറക്കാൻ എന്തെങ്കിലും വേറെ പദ്ധതികൾ എന്തെങ്കിലും പ്ലാൻ ചെയ്താണോ? ഇല്ലില്ല, അങ്ങനത്തെ ഒരു ഇതൊന്നും തോന്നില്ല. ഇലക്ഷനും ഇത് വേറൊരു ഇതാണ്, ഡിഫറെന്റ് ആണ്. കുഴപ്പമില്ല, പക്ഷെ ഒരു ലീഡർ എന്ന രീതിയിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു ആവറേജ് ഇതായിട്ട് ഔട്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചാണോ കാണിക്കുന്നത്? ഇത് മോസ്റ്റ്ലി നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ഫിക്ഷണലൈസ്ഡ് വേർഷൻ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ആ രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കൂടുതലും അത്ര വെറ്ററൻസ് ഉള്ള മൂവി അല്ല. കുഴപ്പമില്ല, അത്ര തന്നെ കുഴപ്പമില്ല. ഇതുകൊണ്ട് CPIM ദോഷം ചെയ്യാനാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള യാതൊരു ഇതും ഇല്ല. പിന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. അത് ഒരു ഫിക്ഷണലൈസ്ഡ് ആയിട്ടൊരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. വലിയ തിരക്കിടില്ലാത്തൊരു പടം.